എക്കോക്സി സെറ്റിംഗ്സിൽ അക്കൗണ്ട്സ് ഹെഡിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫോമുകളിൽ ഒന്നാണ് ഓപ്പണിംഗ് ബാലൻസസ്. ഓപ്പണിംഗ് ബാലൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പണിംഗ് ബാലൻസ് സെറ്റിംഗ്സിൻ്റെ ഫോമാണ് ഓപ്പൺ ആകുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ലെഡ്ജറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡീഫോൾട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്തതും നമ്മൾ ക്രിയേറ്റ് ചെയ്തതുമായ എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അതുപോലെ ഓരോ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് ബാലൻസ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡെബിറ്റ് ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡെബിറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഓരോ ലെഡ്ജറിൻ്റെയും എമൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയി സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമ്മൾ എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ നമുക്കിവിടെ ഒരു എമൗണ്ട് കോളം കാണാം. ഇവിടെ നമുക്ക് ടോട്ടൽ ഡെബിറ്റ് കോളം അതുപോലെ തന്നെ ടോട്ടൽ ക്രെഡിറ്റ് ബാലൻസ് കോളം അവൈലബിൾ ആണ്. എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം ഡിഫറൻസ് ഉള്ള എമൗണ്ട് നമുക്ക് ഈ ഒരു ബാലൻസ് ഷീറ്റിൽ കാണാൻ സാധിക്കും. ഏത് സൈഡാണ് ഡിഫറൻസ് എന്നുള്ളതും ഈ ഒരു ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഈ ഒരു ലെഡ്ജർ ലിസ്റ്റ് ഫിൽറ്റർ ചെയ്യാൻ ഒരു ഫിൽറ്റർ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ഫിൽറ്റർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ ഓപ്ഷനുള്ള ലിസ്റ്റ് ഓപ്പൺ ആവുന്നു. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ അനുസരിച്ച് ഈ ഒരു ലെഡ്ജർ ഡീറ്റെയിൽസ് എല്ലാം ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള മെനു എക്സ്പോർട്ട് ഓപ്ഷൻ ആണ്. ഈ ഒരു ഓപ്പണിംഗ് ബാലൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് വേണ്ട ലെഡ്ജർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് സെറ്റ് ചെയ്തതിന് ശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന ഈ ഒരു സെറ്റിംഗ്സ് ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.